കാട്ടു തന്നെ കള്ളി. നിങ്ങളോ? നിങ്ങൾ ഇവിടെ? എന്നെ പലയിടത്തും കാണും. അത് വിട്. നിന്റെ ഈ സ്വഭാവം ശരിയാണോ ആണോ എന്ന്. ഞാൻ അങ്ങനെ ചെയ്താൽ എന്നെ ആരും ഒന്നും പറയില്ല. എനിക്ക് അത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ള വീടാ. ഞാൻ ഇവിടുന്നാ കോഴിയെ വാങ്ങുന്നേ. ഓഹോ, അപ്പൊ നാളെ നീ ഇവിടെ കയറി വല്ല പൊന്നും മുടൊക്കെ മോട്ടിച്ചാലും നീ തന്നെ പറയുമല്ലോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള വീടാണെന്ന്. ദേ, അനാവശ്യം പറയരുത്. ഞാൻ അങ്ങനെ കള്ളിയൊന്നുമല്ല. ഇന്ന് ഒരു 5 പൈസ ഞാൻ ആരും മോട്ടിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഓരോ ശീലങ്ങൾ തുടങ്ങുന്നത്. എങ്കിൽ കണക്കായി പോയി. നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? ഞൊണ്ടിക്കാലൻ. എന്താ ചേട്ടമ്പി, ഇന്ന് കച്ചവടമില്ലേ? ഉണ്ട്, കോഴി എടുക്കാൻ വന്നതാ. നീ ആ കാറിനകത്ത് പച്ചക്കറി ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തേ. ഗുഡ്. അങ്ങനെ നടന്നു നോക്ക്, ഇല്ലെങ്കിൽ സ്വെല്ലിങ് പോവില്ല. കൊടുക്ക്. സ്വെറ്റേഴ്സാ, ഇവള് തന്നെ ഓർമ്മിച്ചിട്ട് വാങ്ങിയതാ. അതേ കേറ്. ഒറ്റപ്പാലത്ത് ഇപ്പൊ ആരൊക്കെയുണ്ട് ബന്ധുക്കളായിട്ട്? അങ്ങനെ ആരും എവിടെയില്ല. ഒരു എലിമെന്ററി സ്കൂളിൽ മാഷായിരുന്നു അച്ഛൻ. പാടവും കൃഷിയൊക്കെ ആയി അങ്ങനെ ഭേദപ്പെട്ട രീതിയിൽ ജീവിച്ചു വരുമ്പോഴാ ഉള്ളിലെ റൊമാൻറ്റിക് ഒരു പുതിയ ബന്ധത്തിൽ ചെന്ന് ചാടുന്നത്. ഇത്തിരി സംഗീത കമ്പുണ്ടായിരുന്നു, അതാ കുഴപ്പിച്ചത്. എതിർകക്ഷി പാട്ട് ടീച്ചറായിരുന്നു. അങ്ങനെ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഞാൻ അച്ഛൻ്റെ 2ാം വിവാഹത്തിന്റെ സദ്യ ഉണ്ടു. അപ്പോ ശിവന്റെ അമ്മ? ദോഷം പറയരുതല്ലോ. വിവാഹത്തിന്റെ ആദ്യ അവസാനം ദേഹണ്ണപ്പുരയുടെ ഭാഗത്ത് കഠിനാധ്വാനം ചെയ്ത് അവരുടെ പ്രസൻസ് തെളിയിച്ചു. അവർക്ക് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. സൗന്ദര്യമില്ല, പഠിപ്പില്ല, സംഗീതവും ശാസ്ത്രവും അറിയില്ല. പാവം. അടുക്കള ചൂരി പറ്റിച്ചേർന്ന് തേങ്ങി തീർത്തു എല്ലാം. പുതിയ ബന്ധത്തില് കുട്ടികളുണ്ടായോ അച്ഛന്? 3 പേര്. അമ്മ ഒരു പെൺകുഞ്ഞിനെ കൂടെ പ്രസവിച്ചു. 7ാം വയസ്സിൽ മരിക്കും വരെ അവൾ എനിക്ക് കൂട്ടായിരുന്നു. അന്നൊരുപാട് കരഞ്ഞെങ്കിലും ഇപ്പൊ നന്നായി എന്നാ തോന്നുന്നേ. എന്താകുമായിരുന്നു അവളുടെ ജീവിതം? പതുക്കെ പഴങ്കഥകളിലെ പോലെ 2ാനമ്മ ഭരണം ടേക്ക് ഓവർ ചെയ്യുന്നു. അച്ഛൻ അമ്മയെ മറന്നു കഴിഞ്ഞതുപോലെ എന്നെയും. പലഹാരം പങ്കുവെക്കുമ്പോഴും ഉടുപ്പും ചായ പെൻസിലും സമ്മാനിക്കുമ്പോഴും ആ കുട്ടികൾക്ക് അച്ഛൻ മുൻഗണന കൊടുത്തു. ഒടുവിൽ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോഴും. അമ്മയുടെ ഷെയറിൽ കിട്ടിയ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു. ഞാൻ അമ്മയും കൊണ്ട് അങ്ങോട്ട് മാറി. പുറത്ത് കാണിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു മഞ്ഞത്തുള്ളിയിൽ മഴവിൽ പൂവിടും ഒരു ഡിഗ്രി കയ്യിലുണ്ടായിട്ട് എവിടെങ്കിലും ഒന്ന് കയറിപ്പറ്റാൻ കഴിഞ്ഞില്ല? 2ലൊന്നും അറിയാലോ എന്ന് കരുതി ബോംബെക്ക് വണ്ടി കയറി. അരപ്പട്ടണിയും മലേറിയയും സായുധ വിപ്ലവ ചിന്തകളുമായിട്ട് അവിടെ നിറങ്ങുമ്പോഴാണ് അമ്മയുടെ കത്ത് വരുന്നത്. അച്ഛൻ തിരിച്ചെത്തിയിരിക്കുന്നു. രോഗിയായി, ത്രോട്ട് ക്യാൻസർ. 2ാനമ്മ ഇറക്കി വിട്ടെന്നോ മൂപ്പൻ ഇറങ്ങി പോന്നെന്നോ രണ്ടും പറയാം. താമസിക്കുന്ന വീടിന്റെ ആധാരം കൈ തന്നിട്ട് അമ്മ പറഞ്ഞു വിറ്റ് ചികിത്സിക്കാൻ. സത്യത്തിൽ അമ്മയുടെ നിർബന്ധം കൊണ്ടാ, ഇല്ലെങ്കിൽ ഞാനതിന് മുതിരില്ലായിരുന്നു. മരണക്കിടക്കിൽ കിടന്ന് എന്നോട് എന്തെല്ലാമോ പറയാൻ അച്ഛൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ബോധപൂർവ്വം ഒഴിഞ്ഞു നിന്നു. എനിക്കറിയാം, റിപ്പൻഡൻസ്. മരിച്ചു ഇല്ലേ? അമ്മ അകന്ന ഒരു ബന്ധു വീട്ടിലെ ചായപ്പ് കിടന്ന് അമ്മയും കണ്ണടച്ചു. ജീവിതം നല്ലതൊന്നും കൊടുത്തിട്ടില്ലാത്ത അവർക്ക് ഞാനൊരു യോഗ്യനാണെന്നുണ്ടായിരുന്നു. നടന്നില്ല. എനിക്കും എൻ്റെ ഫ്രീഡമായി, അനാഥത്വത്തിന്റെ സ്വാതന്ത്ര്യം. വളരെ വൈകിയാണെങ്കിലും 2ലൊന്ന് അറിയാലോ എന്ന് കരുതി അഭ്യുദയകാംക്ഷികളുടെ നിർബന്ധം സഹിക്കു വയ്യാതെ ഗൾഫിലേക്ക് പറഞ്ഞു. ജാതക ഗുണം, ഞാൻ കുവൈറ്റിൽ കാലുകുത്തിയതും സദ്ദാമിന്റെ ആദ്യത്തെ മിസൈല് വീണതും ഒരുമിച്ച്. ഭാഗ്യത്തിന് എയർപോർട്ടിന് വെളിയിൽ പോകേണ്ടി വന്നില്ല. പോയ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു വന്നു. അപ്പോ ഈ ടൂറിസ്റ്റ് ടാക്സി അതെങ്ങനെ വന്നു? ഒരു തൊഴിലെന്ന് പറയാൻ അതാ ഉണ്ടായിരുന്നത്, ഡ്രൈവിംഗ്. കയ്യിലുണ്ടായിരുന്നതും പിന്നെ ചാക്കോച്ചന്റെ ലോൺ ചേർത്ത് കാർ വാങ്ങുന്നു. ചാക്കോച്ചൻ ഭീകരനാ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരെന്ന് പറഞ്ഞാൽ പഴയ പ്രയോഗമായി പോവും. പിന്നെ എന്റെ നാക്കിന്റെ ഫ്ലെക്സിബിലിറ്റിയിൽ വീണെന്നേ ഉള്ളൂ. ഇനി മേജർ സാറ് പറ, ഈ വണ്ടി കൂടെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാൻ എങ്ങോട്ടാ പോവുക? എന്താ ചെയ്യുക? നമുക്ക് രാവിലെ സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കാം. CI വർമ്മ എന്റെ നാട്ടുകാരനാ, അടുത്ത ഫ്രണ്ടും. നമുക്ക് 2ലൊന്നും അറിയാലോ. അപ്പൊ എന്റെ കൂടെ വരാനുള്ള ഇഷ്ടം കൊണ്ടല്ല, ഈ കോഴിക്കോട് ചന്തയിലെത്തിക്കാൻ എളുപ്പാ നീ നോക്കുന്നത് അല്ലേ? പിന്നല്ലാതെ
കിന്നാരം പറയാണ്ട് വേമ്പ് പാലം കൊണ്ട് കൊടുക്കാൻ നോക്കും. എനിക്ക് മടുത്തു ഈ എരുമച്ചാണത്തിനിടയിലെ ജീവിതം. ഞാൻ കോയമ്പത്തൂർക്ക് പോവാ. അവിടെ മാമൻ ജോലി ശരിയാക്കി തരാന്നാ എന്നോട് പറഞ്ഞേ. എടാ ചെറുക്കൻ നിന്റെ തലയുടെ കല്ലിളകിയിരിക്കുക. ഇപ്പൊ ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കുന്നില്ലേ? അതിന്റെ വില നിനക്ക് അറിയാഞ്ഞിട്ടാ. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനും ധൈര്യമാണ്. പിന്നെ അത് കൊള്ളാം. ഞാൻ എങ്ങനെ ചെറുക്കൻ്റെ കൂടെ വരുന്നത്? എന്താ വന്നാൽ ചുമ്മാ തല്ലടി. മഞ്ഞക്കാരൊരു താലിയം കെട്ടിച്ചുകൊണ്ടുവന്ന കാര്യമാണ് പറയുന്നത്. ഓടാ വട്ടാ, നിനക്കൊരു നെല്ലിക്കാത്താളോ അത്യാവശ്യം വേണ്ടത്. முத்து காதலின்னு அப்படிதான்டா. பொம்பளை மனுஷன் நம்ப கூடாது. അങ്ങനെയൊന്നുമില്ല. ലക്ഷ്മിക്ക് എന്നോട് ഇഷ്ട. ஆமா ஆமா. யாரு இது? அப்போ திரும்பி போகலையா? ഇല്ല. என்னது கோழி பிசினஸா? ആ അങ്ങനെ ചില ചുറ്റുക്കളേക്കായിട്ട് ഇവിടെ കൂടാന്ന് വെച്ചു. நல்லது. உங்க புது பிசினஸுக்கு என் நல்வாழ்த்துக்கள். അല്ല എന്താ ഇത്? ഏത്? ഇവിടെ ഉള്ളതൊന്നും പോരാഞ്ഞിട്ടാ പുതിയൊരു ഇറക്കുമതി? നിങ്ങൾ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഒരു തൊന്തരവ് പാർട്ടിയാന്ന്. അല്ലേ കൊച്ചേ, നീ എന്റെ ഇന്ന് രാവിലെ കേൾക്കും. പിന്നെ ഇതിലൊന്നും ലക്ഷ്മി വരലില്ല. കോഴി വാങ്ങലിയാ കോഴി? അയ്യാ അമ്മ വാങ്ങ വാങ്ങ ஐயா வாங்க ஐயா கோழி கிலோ 35 ரூபாய் தான். வாங்க ஐயா கோழி வாங்க வாங்க கோழி. ஐயா கோழி வாங்கலையா சார்? கோழி வாங்கலையா? என்ன விலை கிலோ? 35 ரூபாய் தான். 35 ரூபா 350 ரூபா கொடுக்கலாமே. கொஞ்சம் கிட்ட வரீங்க? கோழி வாங்குறீங்க? ഒരു കോഴി കൊടുമാ. ஐயா ஒரு 1/4 கிலோ கூட இருக்க பரவாயில்லையா? பரவாயில்ல போடுமா. காப்பியன் காப்பியன் சுடு காப்பியன் காப்பியன் காப்பியன். என்ன சார் கை நீட்ட மட்டும் லட்சணமே இல்லையே. ഇല്ല. இப்படி சும்மா உட்கார கூடாது, சத்தமாய் கத்தணும். கோழி கோழி, அப்பதான் கூட்டம் வந்துடும். എനിക്കിപ്പോ ഇത്രയൊക്കെ പറ്റൂ. സൗകര്യമുള്ളവരൊന്ന് വാങ്ങിച്ചാ മതി. അറുപണ്ണേ എന്റെ കച്ചവടം നേരത്തെ തീരും. എന്നാ കെട്ടിപ്പൊട്ടി പോടി. പറഞ്ഞൊഴുകി என்ன ഊത്തിടാ. அதுவா? கோழி என்னம்மா? வாங்க கோழி 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 கிலோ 35 ரூபாய் கோழி. வாங்க வாங்க கோழி. ആരും ഉറങ്ങിയില്ലേ? തന്നെയും കാത്തിരിക്കുകയായിരുന്നു. എന്റെ ദൈവമേ, ഇത് കേട്ടോ, എന്നെയും കാത്ത് ഉറങ്ങാതിരിക്കാൻ ഈ ഭൂമിയിൽ ആളുണ്ടായിരിക്കുന്നു. കുടിച്ചിട്ടുണ്ടോ? ഇല്ല, കുളിച്ചിട്ടുണ്ട്. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ബിസിനസ്? കലക്കി കളഞ്ഞില്ലേ, ഒരു കോഴിയെ വിറ്റു. പക്ഷെ മേജർ സാഹൻ നമ്മുടെ കൂരിമെമ്പിൽ ഒരു പെണ്ണില്ലേ ലക്ഷ്മി, അവൾ എന്നെ വഹിച്ചോളും. അല്ല, രണ്ടിലൊന്നും അറിയാതെ ശിവൻ പിന്മാറിയല്ല, അത് പറയാ കാര്യം. ചില പുതിയ ബിസിനസ് ട്രിക്സ് ഒക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ശരി, നമുക്ക് കാലത്ത് സംസാരിക്കാം. ശിവൻ പോയി കിടന്ന് ഉറങ്ങാം. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. രാത്രി വിമാനം പറത്തി കളിക്കുന്നതാരാ? മേജർ സാറാ? സ്വന്തം പരാജയം മറച്ചു വയ്ക്കാൻ അടിച്ചുപൂസായി വന്ന ഡയലോഗ് കാച്ചുന്നത് വലിയ ഗ്രേറ്റ്നെസ് ഒന്നുമല്ല. ദാറ്റ് ഈസ് റിയൽ അലവലായത്തരം. என்னம்மா இது கூட பிடிச்சிக்கோ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഒരു ഗ്ലാസും കൂടെ വേണേ പോകും. போதும், எல்லாம் சொன்ன மாதிரி செஞ்சா ஒரு கிளாஸ் கூட தரேன். കാശും തരണം. ഓ തരാം. കള്ള ചടവാക്കോ? എന്ത് തന്നെയാലും വരെ മോന്റെ മോളല്ലേ. ஏய், ஒரு ஸ்மால் கிடைச்சா இந்த கிழவி சொந்தம் பந்தம் பார்க்காது.
நீங்க பாருங்க. നിർത്തടി നിർത്ത. എന്താ മുത്തിയമ്മേ ഇന്ന് കാലത്തന്നെ പൂശിയിട്ടുണ്ടല്ലോ. ഞാൻ പൂശുവോ വരട്ടുമൊക്കെ ചെയ്യും. നീ ഇത് കണ്ടോടി. ദീനം വന്ന് ചത്ത കോഴിയാന്നോടി വീട്ടിൽ കാശുണ്ടാക്കുന്നത്. ഞാൻ വിറ്റതോ? നിനക്ക് വല്ല അസുഖമുണ്ടോ? അസുഖം നിന്റെ തന്തയ്ക്കാ. ഇത് പാത്തിയാ ദീനം വന്ന് ചത്ത കോഴി ആരും വാങ്ങിക്കൊണ്ടു പോകരുത്, രോഗം പിടിക്കും. മുത്തിയമ്മേ വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കില്ല കേട്ടോ. இந்தாமா கோழி இப்படி பணத்தை எடு. முதல்ல பணத்தை கொடுமா. പോയി சொல்லுது. അല്ലല്ല ഞാൻ പറഞ്ഞത് നേരാ. നിങ്ങൾ ആരും വാങ്ങിക്കൊണ്ട് പോകല്ലേ, രോഗം പിടിക്കും. அப்படியா? എന്താ ഇത്? இந்தாமா பணத்தை எடுத்து கொடுமா. கோழி இப்படி எடுத்து கொடு. இல்லங்க. எடு பணத்தை. பணத்தை எடுத்து கொடு. கோழி வாங்க வாங்க, நல்ல கோழி, நல்ல இறைச்சி கோழி. கோழி என்ன விலை? விலையெல்லாம் கம்மி தான், கிலோ 30 ரூபா. 30 ரூபாயா? அந்த அம்மா 35 ரூபா சொல்லுது. அதெல்லாம் ஏமாத்தி பத்திக்கிறாங்க. நான் அப்படிப்பட்ட ஆள் இல்ல. எனக்கு 2 கோழி வாங்க கொடுக்குறேன் கொடுக்குறேன். இருங்க 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 இருங்க. கொடுங்க. ஆ, 1 கிலோ போதுங்க. என்ன கொஞ்சம் அனுப்பிச்சிருப்பா. சீக்கிரம் சார். நல்ல கோழியை பார்த்து போடுப்பா. பாருங்கம்மா, இதெல்லாம் இந்த ஊர் கோழியே இல்ல, வெளியூர்ல இருந்து கொண்டு வந்திருக்காங்க. ஆ. நமக்கு போடுங்க சார். വൈകുന്നേരം ഈ പ്രദേശത്തൊന്നും കണ്ടതേയില്ല. ഞാൻ എന്റെ പിള്ളേരുടെ കൂടെ തെണ്ടാൻ പോയി. ഇന്ന് കച്ചവടം തകർത്ത് കളഞ്ഞല്ലോ. ഒരു വാശി ഉണ്ടായിരുന്നു. ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനുണ്ടാവുമ്പോഴാണല്ലോ ഒരു ഇത് കയറുന്നേ. അപ്പോ രണ്ടിലും നിറഞ്ഞിട്ടേ മാറൂന്ന് കരുതിയല്ലേ? എന്തായി, അമ്മയ്ക്ക് എഴുതിയോ അതോ? എഴുതി. ശിവൻ പറഞ്ഞുകൊണ്ട് മാത്രം. അച്ഛനും അമ്മയായിട്ടൊക്കെ വഴക്കിടാം, പിണങ്ങാം, പക്ഷേ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കരുത്. ആ നഷ്ടം എന്താണെന്ന് അറിഞ്ഞവനാ ഞാൻ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എല്ലാ ദിവസവും കലങ്ങി തെളിയും. അതെ, ഇപ്പൊ എനിക്കെന്തോ വിശ്വാസം തോന്നുന്നു. കച്ചവടം പൊടി പൊടിക്കുന്നുണ്ടല്ലോ. പിന്നെ വിതയ്ക്കുന്നത് കൊയ്യൊന്നല്ലേ രായപ്പാ? ഞാൻ ഇന്ന് ആശാനെ വീട്ടിലേക്ക് വിളിക്കാൻ വന്നതാ. അത്താഴം ഇന്ന് അവിടെ. ആ, പിന്നെ ഞാൻ നല്ല സ്വയംഭം സാധനം സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താ പോയിക്കളെ. എടി മോളെ ലക്ഷ്മി, ഒരു 2 രൂപ താടി. ഒന്ന് പോ മുത്തിയമ്മേ, നീ ഗുണം പിടിക്കത്തില്ലടി നാശമേ. അറുമുഖം എവിടെ? വൈകുന്നേരം രംഗണ്ണന്റെ പിള്ളേര് വന്ന് വിളിച്ചോണ്ട് പോയതാന്നാ അവന്റെ കെട്ടിയോള് പറഞ്ഞത്. ചാരായം എടുക്കാൻ പോയതായിരിക്കും. അപകടമല്ലേ ഈ ബിസിനസ്? പോലീസ് പിടിച്ചാലോ? ഏയ്, രംഗണ്ണന്റെ ആൾക്കാരെ പോലീസ് പിടിച്ചതായി ഇതുവരെ കേട്ടിട്ടില്ല. തിരിച്ചാ സംഭവിക്കാറ്. ഛെ, ഇതെങ്ങനെയാ ഒന്ന് തൊട്ടുകൂട്ടാനില്ലാതെ? ഞാൻ പോയി നല്ല ചൂടുള്ള മുറുക്ക് മേടിച്ചിട്ട് വരാം. വേണ്ട, ഞാൻ ഇറങ്ങേ. ഞാനിതാ വന്നു. ഒരു 10 അടി നടക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. പക്ഷേ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. ഞാനിത് എത്തിപ്പോയി. ലൈറ്റ് അണിക്കട്ടെ? ലൈറ്റ് രായപ്പാ, വരില്ല സർ. മാറ്. പെങ്ങളെ കൂട്ടിക്കൊടുക്കണതാ പോരാ.